ശ്വാസമുട്ടൽ അനുഭവപ്പെടുന്ന ദീർഘകാല കോവിഡ് രോഗികളുടെ ശ്വാസകോശത്തിന് ചില അസ്വാഭാവികതകളുണ്ടെന്ന് കണ്ടെത്തി ഒരു കൂട്ടം ഗവേഷകർ. സാധാരണ പരിശോധനകളിൽ ഈ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാനാവില്ലെന്ന് ഓക്സ്ഫോർഡ്, ഷെഫീൽഡ്, കാർഡിഫ്, മാഞ്ചസ്റ്റർ എന്നിവിടങ്ങളിലെ ഗവേഷകർ നടത്തിയ പഠനം ചൂണ്ടിക്കാണിക്കുന്നു. ഹൈപ്പർ പോളറൈസ്ഡ് സൈനോൺ MRI സ്കാൻ ഉപയോഗിച്ചാണ് ദീർഘകാല കോവിഡ് രോഗികളിലെ ശ്വാസകോശ ക്ഷതം ഗവേഷകർ തിരിച്ചറിഞ്ഞത്. എക്സ്പ്ലെയിൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ പഠനത്തിന്റെ പരീക്ഷണത്തിന് ഘട്ടത്തിൽ 3 ഗ്രൂപ്പിലായി 36 പേരാണ് പങ്കെടുത്തത്. ഇവരിൽ ആദ്യത്തെ സംഘം ദീർഘകാല കോവിഡ് നിർണയിക്കപ്പെട്ടവരും സാധാരണ CT സ്കാൻ റിപ്പോർട്ടുള്ളവരുമാണ്. രണ്ടാമത്തെ സംഘം കോവിഡ് മൂലം ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്ന 3 മാസം മുൻപെങ്കിലും ഡിസ്ചാർജ് ചെയ്യപ്പെട്ടവരാണ്. ഇവരുടെ CT സ്കാൻ ഫലം സാധാരണയിലോ ഏറെക്കുറെ സാധാരണ നിലയിലോ ഉള്ളതാണ്. ഇവരിൽ ആർക്കും ദീർഘകാല കോവിഡും അനുഭവപ്പെടുന്നില്ല. മൂന്നാമത്തെ കൺട്രോൾ ഗ്രൂപ്പിൽപ്പെട്ടവർ ദീർഘകാല കോവിഡ് ലക്ഷണങ്ങൾ ഇല്ലാത്തവരും കോവിഡ് മൂലം ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടാത്തവരുമാണ്. ഗവേഷണത്തിന്റെ ഭാഗമായി ഇവരെ ഒരു MRI സ്കാനിൽ കിടത്തി 1 ലിറ്റർ സൈനോൺ വാതകം ശ്വസിപ്പിച്ചു. ഓക്സിജൻ സമാനമായി നിലവിൽ പ്രവർത്തിക്കുന്ന സൈനോണിന്റെ ശ്വാസകോശത്തിൽ നിന്നും രക്തപ്രവാഹത്തിലേക്കുള്ള നീക്കം തുടർന്ന് റേഡിയോളജിസ്റ്റുകൾ നിരീക്ഷിച്ചു. ഇതിൽ നിന്ന് ദീർഘകാല കോവിഡ് രോഗികളിൽ വാതകചലനം അസ്വാഭാവികമാണെന്ന് കണ്ടെത്തുകയായിരുന്നു. CT സ്കാൻ വഴി പരിശോധിച്ചപ്പോൾ പ്രശ്നങ്ങൾ കാണാത്ത രോഗികളിലും സൈനോൺ പരിശോധനയിൽ ശ്വാസകോശ ക്ഷതം തിരിച്ചറിഞ്ഞു. ഈ രോഗികളിൽ ചിലർ കോവിഡ് മൂലം ആശുപത്രിയിൽ പോലും പ്രവേശിക്കപ്പെടാത്തവരും തീവ്ര ലക്ഷണങ്ങൾ വരാത്തവരുമായിരുന്നുവെന്ന് എക്സ്പ്ലെയിൻ ചീഫ് ഇൻവെസ്റ്റിഗേറ്ററും ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ റേഡിയോളജി പ്രൊഫസറുമായ ഫെർഗൂസ് ഗ്ലീസർ ചൂണ്ടിക്കാട്ടി. 200 ദീർഘകാല കോവിഡ് രോഗികളെ ഉപയോഗിച്ച് സമ്പൂർണ്ണ എക്സ്പ്ലെയിൻ പഠനം നടത്താനുള്ള ഒരുക്കത്തിലാണ് ഗവേഷകർ. അതുമാത്രമല്ല, COVID-19 ബാധിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന മരണകാരണമാകുന്ന അവസ്ഥയാണ് ന്യൂമോണിയ. ചുമ, പനി, ശ്വാസം മുട്ടൽ തുടങ്ങിയ ലക്ഷണങ്ങളാണ് ന്യൂമോണിയ ബാധിച്ചവരിൽ കണ്ടുവരുന്നത്. എന്നാൽ ചിലരിൽ ലക്ഷണങ്ങൾ പ്രകടമാകുമ്പോൾ ചിലർ അവസ്ഥയുടെ മൂർധന്യാവസ്ഥയിൽ മാത്രമാണ് രോഗതീവ്രത തിരിച്ചറിയുന്നത്. സാധാരണ ന്യൂമോണിയേക്കാൾ 4 ഇരട്ടി മാരകമാണ് കോവിഡ് ബാധയെ തുടർന്ന് ശ്വാസകോശത്തെ ബാധിക്കുന്ന ന്യൂമോണിയ. തുടക്കത്തിൽ തന്നെ തിരിച്ചറിയുകയും ചികിത്സ ലഭ്യമാക്കുകയും ചെയ്തില്ലെങ്കിൽ മരണത്തിലേക്ക് നയിക്കുന്ന അവസ്ഥയിലേക്ക് ഇത് മാറും. എന്താണ് ന്യൂമോണിയ? നിങ്ങളുടെ ശ്വാസകോശത്തിനുള്ളിലെ ചെറിയ വായു അറകളിൽ വീക്കം ഉണ്ടാകുന്ന ശ്വാസകോശ അണുബാധയാണ് ന്യൂമോണിയ എന്ന് പറയുന്നത്. ദ്രാവകവും പഴുപ്പും കൊണ്ട് ശ്വാസകോശം നിറഞ്ഞേക്കാം. ഇത് ശ്വസനം തടസ്സപ്പെടുത്തുന്നു. കടുത്ത ശ്വാസം മുട്ടൽ, ചുമ, പനി, നെഞ്ചുവേദന, ജലദോഷം അല്ലെങ്കിൽ ക്ഷീണം എന്നിവ ഉണ്ടാകാം. ന്യൂമോണിയയെ അതിജീവിക്കാനുള്ള മരുന്നുകളാണ് ആദ്യഘട്ടത്തിൽ നൽകുന്നത്. എന്നാൽ ഏറ്റവും ഗുരുതരമായ കേസുകളിൽ വെന്റിലേറ്റർ ഉപയോഗിച്ച് ശ്വസനം സാധ്യമാക്കുകയാണ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് തന്നെ ന്യൂമോണിയ പിടിപെട്ടാൽ ആശുപത്രിവാസം അത്യാവശ്യമായി വരികയും ചെയ്യും. COVID-19 അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ പോലുള്ള വൈറൽ അണുബാധകളുടെ തുടർഫലമായി ന്യൂമോണിയ ബാധിക്കും. എന്നാൽ ബാക്ടീരിയ, ഫംഗസ്, മറ്റ് സൂക്ഷ്മാണുക്കൾ എന്നിവയും ന്യൂമോണിയ ഉണ്ടാകുന്നതിന് കാരണമാകും. കൊറോണ വൈറസ് ന്യൂമോണിയയ്ക്ക് കാരണമാകുന്നത് എങ്ങനെ? കൊറോണ ബാധയെ തുടർന്നുണ്ടാകുന്ന ന്യൂമോണിയ പലരിലും തുടക്കത്തിൽ അറിയാതെ പോകുന്നു എന്നതാണ് സത്യാവസ്ഥ. നേരിയ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെടാത്തത് തന്നെ കാരണം. പനി, വരണ്ട ചുമ, ശ്വാസമുട്ടൽ എന്നിവ COVID-19 ആദ്യഘട്ട ലക്ഷണങ്ങളാണ്. മറ്റ് ചില അസ്വസ്ഥതകളും അനുഭവപ്പെട്ടേക്കാം. ഇനി പറയുന്ന ലക്ഷണങ്ങൾ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാകാം. ക്ഷീണം, ഓക്കാനം അല്ലെങ്കിൽ ഛർദി, അതിസാരം, വയറുവേദന, പേശിവേദന അല്ലെങ്കിൽ ശരീരവേദന, തലവേദന, മണം അല്ലെങ്കിൽ രുചി നഷ്ടപ്പെടുന്നു, തൊണ്ടവേദന, തിരക്ക് അല്ലെങ്കിൽ മൂക്കൊലിപ്പ്, ശ്വാസകോശത്തിൽ വീക്കം. പുതിയ കൊറോണ വൈറസ് ശ്വാസകോശത്തിൽ കടുത്ത വീക്കം ഉണ്ടാക്കുന്നു. ഇത് ശ്വാസകോശത്തിലെ വായു അറകളെ ഉൾക്കൊള്ളുന്ന കോശങ്ങളെയും ടിഷ്യുവിനെയും നശിപ്പിക്കുന്നു. നിങ്ങൾ ശ്വസിക്കുന്ന ഓക്സിജൻ സംസ്കരിച്ച് രക്തത്തിലേക്ക് എത്തിക്കുന്ന ഇടമാണ് അറകൾ. അണുബാധ ഉണ്ടാവുന്നത് കാരണം ടിഷ്യൂ പൊട്ടുകയും ശ്വാസകോശത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഹെൽത്ത് ടിപ്സ് ഇഷ്ടമായെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള വാർത്തകളും ഹെൽത്ത് ടിപ്സുകളും അറിയാൻ ഉടൻ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിക്കോളൂ. Big 20 Shopping Festival coming soon.